നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോട്ടിവേഷന്റെ ഒരു കുറവുണ്ടോ ശ്രുതിക്ക്? ഇല്ല, വലിയ കുഴപ്പമില്ല. മോട്ടിവേഷൻ കിട്ടാതിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. പറ്റിയ ഒരാളെയാണ് നമ്മൾ ഇനി VS രഞ്ജിത്ത് കേട്ടോ. നമ്മുടെ ആസ്ഥാന മോട്ടിവേറ്റർ ആണ് രഞ്ജിത്ത്. എനിക്ക് കുറെ വർഷങ്ങളായി അറിയാവുന്ന ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഏതായാലും BJPയുടെ അവലോകന യോഗം തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നത്. തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത്. EP ജയരാജന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശോഭാ സുരേന്ദ്രനെ താക്കീത് ചെയ്തേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. താക്കീത് വരുമോ? തോന്നുന്നില്ല. അല്ലമീനോടും VS രഞ്ജിത്തിനോടും തന്നെ ചോദിച്ചേക്കാം. തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീനും കോഴിക്കോട് നിന്ന് VS രഞ്ജിത്തും നൽകും വിവരങ്ങൾ. രഞ്ജിത്ത്, നമ്മൾ പറയുകയായിരുന്നു രഞ്ജിത്തിന്റെ ഒരു മോട്ടിവേഷന്റെ കുറവുണ്ടെന്ന് പറയുകയായിരുന്നു. ഇന്നിപ്പോൾ BJP നേതൃയോഗമാണ് പ്രധാനമായും കേരളത്തിലൊരു വാർത്താ കേന്ദ്രമാകുന്നത്. ശോഭാ സുരേന്ദ്രനെ താക്കീത് ചെയ്തേക്കുമെന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. കാരണം ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനം, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ വിവാദങ്ങൾക്കുള്ള പാർട്ടിയുടെ ഔദ്യോഗികമായ വിശദീകരണം. അതിൽ രണ്ടും ഇന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ രണ്ടാമത്തതാണ് നമ്മളൊക്കെ ഏറെ ചർച്ച ചെയ്ത EP ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച. അത് പ്രകാശ് ജാവദേക്കർ നടത്തിയ കൂടിക്കാഴ്ചയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ച കൂടിക്കാഴ്ചയാണെങ്കിലും രണ്ടിനും ഹേതുവായത് ദല്ലാൽ നന്ദകുമാർ ആയതുകൊണ്ട് ഈ ദല്ലാൽ നന്ദകുമാർ വഴി ഉണ്ടാക്കിയെടുത്ത ഈ EP ജയരാജൻ ബന്ധം അത് പിന്നീട് പുറത്തു വരികയും വിവാദമാവുകയൊക്കെ ചെയ്തത് പാർട്ടിക്ക് ഗുണമല്ല, അതിനേക്കാൾ ദോഷം ചെയ്തു എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. കാരണം EP ജയരാജനെ പോലെ ഒരു പ്രമുഖൻ പാർട്ടിയിലേക്ക് വരുന്നതിന് ആർക്കും തടസ്സമില്ല. പക്ഷേ ഇത്തരത്തിൽ പാർട്ടിയോട് അടുക്കുകയും പാർട്ടിയോട് രഹസ്യമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് തടയാനും, അതുപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറിനെ പോലൊരു വിവാദ വ്യവസായിയുമായിട്ടുള്ള ബന്ധം പാർട്ടിക്ക് കളങ്കമുണ്ടാക്കാനും ഒക്കെ മാത്രമേ ഉപയോഗമാവൂ എന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടി ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പരാമർശം ഇന്ന് പാർട്ടി അധ്യക്ഷൻ്റെ ഭാഗത്ത് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലോ അല്ലെങ്കിൽ ചർച്ചയ്ക്കിടയിലോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനമാണ്. പല മണ്ഡലങ്ങളിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ മൂലം ഇത്തരത്തിൽ വോട്ട് കുറയാനുള്ള കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലാണ് BJP വിജയലക്ഷ്യം മുന്നിൽ വെക്കുന്ന 2 മണ്ഡലങ്ങളിലൊന്ന്. അവിടെ സംഘടനാ സംവിധാനം കാര്യക്ഷമമായി ചലിച്ചില്ല എന്നൊരു പരാതി സ്ഥാനാർത്ഥിക്കുമുണ്ട്. സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടും സ്ഥാനാർത്ഥിയോടുള്ള ഇഷ്ടം കൊണ്ടും ആരൊക്കെയോ പ്രവർത്തിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള നാഗേഷും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ വലിയ രൂക്ഷമായി ഈ സംഘടനാ സംവിധാനത്തെ ബാധിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിഷയം, ഇപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നാൽ MT രമേശ് മത്സരിച്ച സമയത്ത് എതിർ വിഭാഗം വളരെ സൈലൻ്റ് ആയിരുന്നു, അവർ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തില്ല എന്നൊരു ആരോപണം ഔദ്യോഗിക വിഭാഗത്തിനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ, അതുപോലെ ആലപ്പുഴയിലേക്ക് വന്നാൽ ശോഭാ സുരേന്ദ്രൻ തന്നെ V മുരളീധര പക്ഷം ശോഭാ സുരേന്ദ്രനെ പാലം വലിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. ആറ്റിങ്ങലിൽ കൃഷ്ണദാസ് പക്ഷം പാലം വലിച്ചു എന്ന് V മുരളീധരൻ അഭിപ്രായമുണ്ട്. ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ സംഘടനാ തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചു എന്ന് പല സ്ഥാനാർത്ഥികൾക്കുമൊക്കെ അഭിപ്രായമുണ്ട്. ഇതെല്ലാം ഈ ചർച്ചയിൽ വന്നേക്കാം. പക്ഷേ ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെക്കുന്ന 2 സീറ്റും 20% വോട്ടുമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ 2 സീറ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തൃശ്ശൂരുമാണ്, 20% വോട്ട് സംസ്ഥാനത്ത് ആകെ കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ ലക്ഷ്യത്തിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വിവാദങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ലാതാവും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ശുഭപര്യവസായിയായി യോഗം അവസാനിപ്പിക്കാനാണ് സാധ്യത. കാരണം ഈ 2 സീറ്റ് കിട്ടും എന്നാണ് പാർട്ടിയുടെ കണക്ക്. 20% വോട്ട് വിഹിതം വർദ്ധിക്കും എന്നും പാർട്ടി ഇപ്പോൾ എടുത്ത കണക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശുഭകരമായൊരു വാർത്ത അറിയിച്ചുകൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കാനാണ് സാധ്യത. പക്ഷേ അതിനിടയിൽ ഈ വിവാദങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. EP ജയരാജൻ ബന്ധത്തെക്കുറിച്ച് പ്രകാശ് ജാവദേക്കർ ഇന്നൊരു പക്ഷേ യോഗത്തിൽ വിശദമായി തന്നെ സംസാരിച്ചേക്കാനും സാധ്യതയുണ്ട്. ശരി, അല്ലമീൻ കൂടി ചേരുന്നുണ്ട്. അല്ലമീൻ, ഇപ്പോൾ രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2 പ്രധാന കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിലെ വിഭാഗീയത, ഓരോ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയത, ഒപ്പം തന്നെ EP പ്രകാശ് ജാവ്ദേക്കർ വിഷയം. ഇതിൽ ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ശുഭ പര്യവസാനിയായിട്ട് അവസാനിക്കാൻ തന്നെയാണോ ഇന്നത്തെ യോഗത്തിന്റെ ഒരു സാധ്യത ഉണ്ടാവുക? ഇന്നിപ്പോൾ യോഗം എപ്പോൾ തുടങ്ങും? ആരൊക്കെ പങ്കെടുക്കും? മറ്റൊരു കാര്യമുള്ളത്, ഈ 2 സീറ്റ് എന്ന് പറയുമ്പോഴും അതിൽ 100% ഒരു വിജയ പ്രതീക്ഷയിലേക്ക് BJP എത്തുന്നുണ്ടോ? അതൊരു സാധ്യത എന്ന് മാത്രമല്ലേ? മോദിയൊക്കെ ഇറക്കി പ്രചാരണം കൊഴുപ്പിച്ചിട്ടും ഒരു 100% വിജയം എന്നതിൽ BJPക്ക് എത്തിച്ചേരാനായിട്ടുണ്ടോ?
ശ്രുതി വിനിത BJP സംബന്ധിച്ചിടത്തോളം 5 സീറ്റുകളിൽ വിജയിക്കുമെന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഇപ്പോൾ ജില്ലാ നേതൃത്വം നൽകിയ കണക്കുകൾ വെച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ 2 മണ്ഡലങ്ങളിൽ 100% വിജയം ഉറപ്പ് എന്നുള്ളതാണ് BJP നേതൃത്വം മുന്നിൽ കാണുന്നത്. അതിൻ്റെ വിശദമായ ഒരു വിശകലനങ്ങളിലേക്കായിരിക്കും ഇന്നത്തെ നേതൃയോഗം കടക്കുക. അതിൽ എത്ര കണ്ടുവരാം, ഈ നിലവിലെ യോഗത്തിൽ എത്രത്തോളം പ്രതീക്ഷയുടെ മാറ്റു കൂടുമോ കുറയുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ അത് എത്രത്തോളം ഇന്നത്തെ യോഗത്തെ പിടിച്ചുലയ്ക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയുമ്പോൾ വലിയ പ്രതീക്ഷ കേന്ദ്ര നേതൃത്വം പുലർത്താറുണ്ട്, സംസ്ഥാന നേതൃത്വം വലിയ അവകാശവാദങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്, ദേശീയ നേതാക്കൾ ഇറങ്ങി തെരഞ്ഞെടുപ്പ് രംഗം ഇളക്കിമറിക്കുന്നതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിക്കാത്ത ഒരു സാഹചര്യം, അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ തവണയും അതിനൊക്കെ കാരണമായത് എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോഴും സമാനമായൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടടക്കം നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി പിരിയുമോ ഇന്നത്തെ യോഗം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. മറ്റൊന്ന്, ഇനി സീറ്റുകൾ ജയിച്ചില്ലെങ്കിലും വോട്ട് ഷെയർ കൂട്ടാനാകുമെന്നുള്ളത് ഉറപ്പാണ് BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ട് BJP നേതൃത്വം മുന്നിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി ഇന്നത്തെ യോഗം തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു വിശ്രമവേളയിലേക്ക് പോകേണ്ടതില്ല. മറ്റു പഞ്ചായത്തുകളും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുന്നതടക്കമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ കഴിഞ്ഞ തവണ വിരലിലെണ്ണാവുന്ന സീറ്റുകൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരവും തൃശ്ശൂരുമൊക്കെ വലിയ പ്രതീക്ഷ പുലർത്തുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട് നഗരസഭകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറ്റം നടത്താനുള്ള പദ്ധതികൾക്ക് കൂടി ഇന്നത്തെ യോഗം രൂപം നൽകും. ഏതായാലും വലിയ വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. 10 മണിക്കാണ് യോഗം ആരംഭിക്കുക. അല്പസമയത്തിനകം നേതാക്കളൊക്കെ എത്തുകയും ചെയ്യും. കോർ കമ്മിറ്റിയും അതിനുശേഷം ഭാരവാഹി യോഗവുമാണ് ചേരുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും പങ്കെടുക്കും. ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അദ്ദേഹത്തോട് EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ചോദിച്ചപ്പോൾ തന്നെ അങ്ങനെ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ പല കൂടിക്കാഴ്ചകളും സ്വാഭാവികമാണ് എന്നൊരു പ്രതികരണത്തിൽ ഒതുങ്ങിയത് അദ്ദേഹം മാറിപ്പോവുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സംസ്ഥാന നേതൃയോഗം ചേരുമ്പോൾ അദ്ദേഹത്തിന് അക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളൊന്നും അറിയാതെ ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ട് നടത്തിയൊരു കൂടിക്കാഴ്ചയൊക്കെ ആകുമ്പോൾ ഒരു വിവാദത്തിലേക്ക് പോയൊരു സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അത് പ്രകാശ് ജാവ്ദേക്കർ വിശദീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടി ഔദ്യോഗിക നേതൃത്വം ഒറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ 2 ചേരിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ശോഭാ സുരേന്ദ്രനെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായി തന്നെയാണ് നിലവിലെ ഈ കൂടിക്കാഴ്ച വിവാദവും നന്ദകുമാർ ബന്ധവും ഒക്കെ പല നേതാക്കളും ആയുധമായി കാണുന്നത്. അതിനെ ഏതു രീതിയിൽ വിനിയോഗിക്കും, അതിനെ ശോഭാ സുരേന്ദ്രൻ എങ്ങനെ പ്രതിരോധിക്കും, ശരി, എന്തായാലും അത് കാത്തിരുന്ന് കാണണം.